ലഡാക്കിലേക്ക് പോവുകയാണ്. ഭയങ്കര ദൂരെയാണ്, വലിയൊരു ട്രിപ്പായിരിക്കും ഇത്. എന്ന് വെച്ചാൽ 1 മാസത്തെ പ്രിപ്പറേഷൻ അടിപൊളി നമ്മൾ പോകുന്ന 1 മാസത്തെ ട്രിപ്പാണിത്. അപ്പൊ എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? ലഡാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. 20 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. നമ്മൾ ഫ്രണ്ടിലും ഒട്ടിച്ചിട്ടുണ്ട്, ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട്, ഇവിടെ ഉണ്ട്, ബാക്കിലും ഉണ്ട്. അപ്പൊ എല്ലാം നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് എല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡി ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നാളെയാണ് പോകുന്നത്. നമ്മൾ നാളെ പോയാൽ മതി. അപ്പൊ നമ്മുടെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞു. നമ്മൾ ഫുഡും സംഭവം എല്ലാം സെറ്റ് ആക്കി. നമ്മൾ 1 സെറ്റപ്പിലാട്ടോ കേട്ടോ പോകുന്നത്. ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെയാണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പൊ നമുക്കിനി എല്ലാ സ്റ്റിക്കറും ഒന്ന് കാണാം. അപ്പൊ ഇവിടെ ഈ സൈഡിൽ തന്നെ കേരള ടു കാശ്മീർ ടു ലഡാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ. ഇനി ഫ്രണ്ടിലത്തെ ഇതാണ് കേരള ടു കാശ്മീർ ടു ലഡാക്ക്. ഇവിടെ അതൊരു സർക്കിളിലാണ് അത് ഒട്ടിച്ചേക്കുന്നത്. ഇനി ഈ സൈഡിലും അപ്പത്തെ സൈഡിലുള്ള പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്, അതുപോലെ തന്നെയാണ് ഇവിടെ എഴുതിയത്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം. ബാക്ക് എന്ന് പറയുന്നത് കേരള ടു ലഡാക്ക്, പിന്നെ കോട്ടയം കീഴൂരെന്നും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് കേരളയിലെ കോട്ടയത്തിലെ കീഴൂരാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് കോട്ടയം കീഴൂർ എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു ഡ്രീം ട്രിപ്പാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോവാൻ. നമ്മുടെ ഇന്ത്യയിലെ തെക്കേ അറ്റത്തായിട്ട് നമ്മുടെ സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കീഴൂർ ഗ്രാമത്തിൽ നമ്മൾ അങ്ങ് വടക്കേ അറ്റത്ത് കിടക്കുന്ന നോർത്ത് ഇന്ത്യയിലെ കാശ്മീരിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അതും റോഡ് വഴി, നമുക്ക് റോഡ് ട്രിപ്പിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 25 ഡേയ്സ് ടോട്ടൽ എടുക്കുന്നത്. അടിപൊളിയായിരിക്കും. നമ്മുടെ കൂടെ അച്ഛനും എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അത് നമ്മൾ എത്തിക്കരുത് ഫ്രണ്ട്സ്. അപ്പൊ ഇത് ഞങ്ങളുടെ ഡ്രീം ട്രിപ്പാന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ ഞങ്ങള് വേറെ ട്രിപ്പുകളും പോയിട്ടുണ്ട്. ഗുജറാത്ത്, ഒറീസ, കൽക്കട്ട, വെസ്റ്റ് ബംഗാൾ, അതുപോലെ ഞങ്ങൾക്ക് അറിയാലോ. അതെല്ലാം വീഡിയോ ഇതിലുണ്ട്. അപ്പൊ അതെല്ലാം കാണണം. പിന്നെ ഈ റോഡ് ട്രിപ്പ് ആണ് ഞങ്ങള് പോയതിലെ പോകാൻ പോകുന്ന ഒരു ട്രിപ്പാണ്. ഏറ്റവും വലിയ ട്രിപ്പാണിത്. അപ്പൊ ഈ റോഡ് ട്രിപ്പ് ഒക്കെ പോകാൻ ഏറ്റവും ആഗ്രഹം അച്ഛനാണ് കേട്ടോ. ഞങ്ങൾക്കും ഉണ്ട്, തത്തച്ഛനും പിന്നെ എല്ലാവർക്കും ഉണ്ട് പോകണമെന്ന്. ഏറ്റവും കൂടുതൽ അച്ഛനാണ്. പിന്നെ അച്ഛനും അമ്മയും മാറി മാറി ഓടിക്കുന്നോണ്ട് പ്രശ്നമില്ല. അപ്പൊ നമ്മൾ റോഡ് വഴി പോവാണെങ്കിൽ നമുക്ക് കുറെ സ്ഥലങ്ങൾ അപ്പൊ നമ്മള് റോഡ് വഴി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നിർത്തി കാണാൻ പറ്റും. ഇഷ്ടംപോലെ സ്ഥലങ്ങള്, ഈ വഴിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മള് ഫുഡ് കഴിക്കുമ്പോൾ നമ്മള് പ്രിപ്പയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഞങ്ങള് വെളിയിൽ നിന്ന് കഴിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ ഞങ്ങള് ഉണ്ടാക്കിയാണ് കഴിക്കാറ്. 2 ആഴ്ചയായിട്ട് ഈ ഒരു ട്രിപ്പിന്റെ ഫുൾ പാക്കിങ്ങിലായിരുന്നു. ഞങ്ങൾ ഡ്രസ്സ് എടുത്തു, പിന്നെ എല്ലാം പാക്ക് ചെയ്തു, പിന്നെ കയറ്റി വെച്ചു. അതുപോലെയൊക്കെ കുറെ 2 ആഴ്ചയായിട്ട് ഞങ്ങൾ ഇതിന്റെ പാക്കിങ്ങിലായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുഡും നൂഡിൽസ് സംഭവങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലുണ്ട്, അത് വിസ് കാണിച്ചു തരും ഇപ്പം. പിന്നെ ഇവിടെ എല്ലാ ക്യാബിനിലും വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് തത്തച്ഛനും തത്തച്ചി ഇരിക്കുന്നത്. ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. ഇവിടെ എല്ലായിടത്തും കുപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാൻ ഫുൾ ആയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്നാക്സ് പോലത്തെയൊക്കെ വെച്ചിട്ടുണ്ട്. 2 ക്യാൻ ഫുള്ള് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ നടുക വെച്ചേക്കുന്നത്. ഇനി അടുത്ത് ഞങ്ങള് ഡിക്കി കാണിച്ചു തരാം. ഇവിടെ ഫുള്ളായിട്ടൊന്നും വെച്ചിട്ടില്ല, കുറച്ചേ വെച്ചിട്ടുള്ളൂ. കാണിച്ചു തരാം. ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ എർട്ടിഗയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഡിക്കി സ്പേസ് ആണ്. ഇത് ഭയങ്കര സ്പേഷ്യസ് ആണ്. നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം. ഞങ്ങളുടെ 2 ബാഗ്, പിന്നെ ഇനി അച്ഛൻ്റെ അമ്മയുടെ ഒരു ബാഗ് വരാനുണ്ട്, അച്ഛൻ്റെ ഒരു ബാഗ് വരാനുണ്ട്, എല്ലാം വരാനുണ്ട്. അതുപോലെ ഫുഡും സംഭവം എല്ലാം ഇവിടെ വെക്കുന്നത്. അതൊക്കെ വെച്ചാൽ ഇത് ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആയി അതിൽ വെക്കാനായിട്ട് പറ്റും. അത്രയ്ക്ക് സ്പേഷ്യസ് ആണ് ഈ ഡിക്കി കമ്പാർട്ട്മെന്റ് പറയുന്നത്.
ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങളുടെ ഡിക്കി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി അച്ഛന്റെ അമ്മയുടെ ഒരു ഫുൾ പെട്ടി വരാനുണ്ട്, തത്തച്ചിന്റെ ഒരു ഫുൾ പെട്ടി വരാനുണ്ട്. ഇപ്പൊ ഞങ്ങളുടെയും പിന്നെ ഈ ഫുഡൊക്കെ വെച്ചിട്ടുള്ളൂ. ഇപ്പൊ ഫുഡ് ഞാൻ കാണിച്ചു തരാം. ഞങ്ങള് മാഗി മേടിച്ചിട്ടുണ്ട്. ഇപ്പിയാണ്, കുറെ പാക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ റവ മേടിച്ചിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ റവ മേടിച്ചിട്ടുണ്ട്. ഞുറുക്ക് ഗോതമ്പ് മേടിച്ചിട്ടുണ്ട്. വൈകുന്നേരം ഞങ്ങൾ കഞ്ഞി, ഞുറുക്ക് ഗോതമ്പും പയറും ഒക്കെ ഇട്ട് കഞ്ഞി കുടിക്കാറുണ്ട്. പിന്നെ ഉള്ളത് ബിരിയാണി റൈസാണ്. ഇതും ഞങ്ങൾ വെക്കാറുണ്ട്. ഫ്രൈഡ് റൈസ് വെക്കാനായിട്ട്. പിന്നെ അരി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. പിന്നെ നടുക്കും കുറച്ച് ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും ഏറ്റവും മുകളിലത്തെ സീറ്റിലും വെക്കും. ഇവിടെ ഞങ്ങൾ അതുപോലെ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇവിടെ മാഗി ഉണ്ട്, പിന്നെ മീറ്റ് മസാല ഉണ്ട്, പിന്നെ ചപ്പാത്തി ഇതിനകത്തുണ്ട് കേട്ടോ. റെഡിമെയ്ഡ് ചപ്പാത്തി പാക്കറ്റ് ഉണ്ട്. പിന്നെ സാമ്പാർ പൊടി ഉണ്ട്, ചെറുപയർ, വൻപയർ, അതുപോലത്തെ ഒക്കെ ആണ് ഇതിലുള്ളത്. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഇതൊക്കെ കൊണ്ടുപോകുന്നുള്ളൂ. ഇനി ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് നമ്മളുള്ള സ്ഥലത്ത് നിന്ന് തന്നെ ഇതൊക്കെ വാങ്ങിക്കും തീർന്നു കഴിഞ്ഞാൽ. അപ്പൊ ഞങ്ങളുടെ വണ്ടിയുടെ ലുക്കൊക്കെ നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇനി സ്റ്റിക്കറൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ കളർ കോമ്പിനേഷനും നല്ലതാണ്. അപ്പം ഒന്നുകൂടെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. തത്തച്ചി വീട്ടിലെ ലഗേജ് എല്ലാം കയറ്റുവാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് തത്തച്ചി വീട്ടിൽ നിന്ന് ലഗേജ് ഒക്കെ കയറ്റി. ഇനി ഞങ്ങള് വണ്ടി മുകളിലോട്ട് കയറ്റി കേട്ടോ. അപ്പോഴാണ് ഞങ്ങളൊരു മയിലിനെ കണ്ടത്. ഈ മയിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ യാത്ര തുടങ്ങുവാണ്. നിങ്ങളും ഞങ്ങളുടെ കൂടെ പോരുക കേട്ടോ. യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ പാലക്കാട് അടുക്കാറായി. നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ്. ഒരു കടയുടെ തൊട്ട് മുമ്പിലാണ് നമ്മളുള്ളത്. നമ്മൾ അവിടെ കയറി ഫുഡെല്ലാം കഴിച്ചു, പിന്നെ ചായ കുടിച്ചു, പിന്നെ ഒരു ഫിഷ് വാങ്ങി, എല്ലാം വാങ്ങി. നമ്മൾ വണ്ടിക്ക് നല്ല ഉറക്കമായിരുന്നു. അത് നമ്മൾ രാവിലെ 5 ആയപ്പോഴാണ് കേട്ടോ പുറപ്പെട്ടത്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഒരു ബാംഗ്ലൂർ അടുത്ത് കിടക്കാനായിട്ടാണ് ഓർത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ വണ്ടി കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഇവിടെ നിർത്തിയത്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ഇവിടെ ഇരുന്ന് കഴിച്ചതേ ഉള്ളൂ. ഫ്രണ്ട്സ്, പിന്നെ അത്യാവശ്യം നന്നാരി മേടിച്ചു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ സാധനം. ഇത് അവര് നാരങ്ങ വെള്ളത്തിലിട്ട് കുടിക്കും. ഇത് ഇവിടുന്ന് മേടിച്ചതാണ് നന്നാരി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വണ്ടി മൊത്തം ലഗേജ് ആണ്. ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. എങ്ങനെയൊക്കെയോ ഇടയിലൊക്കെ കയറിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ പോയ എല്ലാ ട്രിപ്പിനേക്കാളും ഏറ്റവും കൂടുതൽ ലഗേജ് ആണ്. ഇവിടെയൊക്കെ മൊത്തം നിറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ യാത്രയിൽ കാശ്മീരിലേക്കുള്ള യാത്രയാണ്. ഞങ്ങളുടെ വണ്ടി കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ബാക്കിയെല്ലാം കാശ്മീരിലെത്തിയിട്ട് നിങ്ങളെ ബാക്കി വിശേഷ വിവരങ്ങൾ അറിയിക്കാം.
ഞെരിങ്ങിയൊക്കെ ഞെരിങ്ങിയാണോ എല്ലാരും? ഇപ്പൊ 25 ഡേയ്സിന്റെ യാത്രയല്ലേ, അപ്പൊ ഇത്രയും ലഗേജ് ഒന്നും കൊണ്ടുപോകാതെ പറ്റൂലല്ലോ. ഇതുവരെ ഇത്രയും നാളായിട്ട് നമ്മൾ 25 ഡേയ്സ് പോകുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് അല്ലേ? ശരിയാണ്. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഇസും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ലഞ്ചാണ്. കൂർക്കക്കറിയുണ്ട്, മീനുണ്ട്, മുട്ടയുണ്ട്, പിന്നെ ഒന്നുമില്ലേ മോര് കൂട്ടാൻ, അല്ലെ തീയൽ, അല്ലെ സാമ്പാർ, എന്ത് വേണം നമുക്ക് എടുക്കാം. അപ്പം എല്ലാ കറികളും ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മോരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതെല്ലാം ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് കഴിക്കാൻ ചോറ്, സാമ്പാർ, മീൻ വറുത്ത്, മുട്ട, ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കറികൾ. അപ്പൊ ഇപ്പൊ നമ്മുടെ ട്രിപ്പ് സേലം അടുക്കാറായേക്കുവാണ്. നമ്മളിപ്പോ മാമ്പഴ കടയിൽ നിർത്തിയാണ്. ഇവിടെ ഇഷ്ടം പോലെ മാമ്പഴ കടയുണ്ട്. ഈ ഒരു ഫുള്ള് മാമ്പഴ കടയായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ നിർത്തി നമ്മൾ മാങ്ങ മേടിച്ചോണ്ടിരിക്കുക. നമ്മൾ ഏത് മാങ്ങയാണ് മേടിക്കുന്നത്? വെങ്കാരപ്പ മാങ്ങ നല്ല രുചിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മാമ്പഴം മേടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ അൽഫോൺസ, മൽഗോവ, നീലം എല്ലാ മാമ്പഴം ഉണ്ട്. നമ്മൾ വെങ്കാരപ്പള്ളിയാട്ടോ മേടിച്ചിരിക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ് മാമ്പഴം. നമ്മൾ പണ്ട് പോകുമ്പോൾ അത് മേടിക്കുമായിരുന്നു. നമ്മളവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചേട്ടാ നമുക്ക് കഴിക്കാൻ തരും. അപ്പം ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ വണ്ടി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചുകൊണ്ട് എല്ലാവരും നിങ്ങളെ വിഷ് ചെയ്യുമായിരുന്നു. ഗുഡ് ലക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നല്ല ചൂടാണ്. ഈ ചൂടത്ത് നല്ല ഒന്നാന്തരം മാമ്പഴമുണ്ട്. ഒരു 2 കിലോ മാമ്പഴം അങ്ങ് മേടിച്ച് കഴിച്ചേക്കാന്ന് പിള്ളേർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് മേടിക്കുകയാണ്. മാമ്പഴ ജ്യൂസൊക്കെ ശരീരത്തിന് നല്ലതല്ലേ? മേടിച്ച് കഴിക്കണം കേട്ടോ നിങ്ങളും. നമുക്ക് മാമ്പഴം കട്ട് ചെയ്ത് തരാം. കട്ട് ചെയ്ത തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇനിമ നല്ല സ്വാദുണ്ട്. ആ തൊലിക്കൊരു കയ്പുണ്ട്, കയ്പ് രസം. അപ്പം അത് കളഞ്ഞിട്ട് തരാം. ഇന്നലെ ബാംഗ്ലൂരിന് അടുത്തുള്ള ഹോസ്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഹോട്ടലിലായിരുന്നു കേട്ടോ താമസിച്ചത്. അവിടെ AC റൂമായിരുന്നു. ഒരു റൂമിന് 2000 രൂപയായിരുന്നു